കേരള സർവകലാശാലയിലാണ് നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറുന്നത്. സർവകലാശാലയിൽ ഇന്ന് അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേർന്നു. സിൻഡിക്കേറ്റ് യോഗത്തിൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി റദ്ദാക്കിയെന്നുള്ള വാർത്ത ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകുന്നു. പക്ഷേ ഈ യോഗത്തിൽ ഇങ്ങനെയൊരു അജണ്ട അംഗീകരിച്ചിട്ടില്ല. യോഗം അവസാനിപ്പിച്ച് താൻ മടങ്ങിയ ശേഷം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കൂടിയിരുന്നാണ് ഇത്തരമൊരു തീരുമാനമെടുത്തതെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ് മാധ്യമങ്ങളെ അറിയിച്ചതോടുകൂടി ആ വാർത്ത പൊളിയുകയാണ്. എന്തായാലും സിൻഡിക്കേറ്റ് അംഗങ്ങൾ സിൻഡിക്കേറ്റിൽ ഇടതുപക്ഷവും കോൺഗ്രസും ഒരേ നിലപാടാണ് സ്വീകരിക്കുന്നത്. അതായത് സിൻഡിക്കേറ്റിൽ ഇന്ത്യ സഖ്യം ഉണ്ട് എന്ന് പറയാം. രജിസ്ട്രാറുടെ കാര്യത്തിൽ ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ തന്നെ ഒറ്റക്കെട്ടായി നിലകൊള്ളുന്നു. അപ്പോൾ സിസ തോമസിനെ എതിർക്കുന്ന സിൻഡിക്കേറ്റ് അംഗങ്ങൾ മാധ്യമങ്ങളെ കണ്ടു. എന്താണ് അവർ പറയുന്നത്? ശാലിനി. വിനോദ്, ഇപ്പോഴും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സർവകലാശാലയിൽ തുടരുകയാണ്. അവരിപ്പോഴും അവിടെ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് VC ഡോക്ടർ സിസ തോമസ് ഒപ്പം തന്നെ BJP നോമിനേറ്റഡ് സിൻഡിക്കേറ്റ് അംഗങ്ങളായ രണ്ടുപേരും പുറത്തേക്ക് വന്നത്. VC ഇക്കാര്യത്തിൽ പറയുന്നത്, VCയുടെ പ്രതികരണം ഇത്തരത്തിലാണ്. അതായത് താൻ യോഗം പിരിച്ചുവിട്ടു. ആ യോഗം പിരിച്ചുവിട്ടതിന് ശേഷം മറ്റൊരു മുതിർന്ന വനിതയെ വെച്ചുകൊണ്ട് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവിടെ യോഗം ചേർന്നു. ആ യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. അതായത് സസ്പെൻഷൻ നടപടി, രജിസ്ട്രാർക്കെതിരായ സസ്പെൻഷൻ നടപടി റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളൊരു തീരുമാനമെടുത്തത് ആ യോഗത്തിലാണ്. അത് അംഗീകരിക്കാൻ കഴിയില്ല, അത് നിയമപരമായി സാധുതയില്ല എന്നുള്ളതാണ് VC ഡോക്ടർ സിസ തോമസ് അറിയിക്കുന്നത്. അതായത് സാങ്കേതിക സർവകലാശാലയിൽ അടക്കമുണ്ടായ ചില നടപടികൾക്ക് അതേ നടപടി തന്നെ കേരള സർവകലാശാലയിലും അവലംബിക്കുകയാണ് ഇടത് അംഗങ്ങൾ എന്നുള്ളതാണ് VC ഇപ്പോൾ വിമർശനമായി ഉന്നയിക്കുന്നത്. അല്പസമയം മുമ്പ് VC മാധ്യമങ്ങളോട് പ്രതികരിച്ച ശേഷം ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഗവർണർ നോമിനേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് പ്രതിനിധികളും അതുതന്നെയാണ് അറിയിക്കുന്നത്. അതായത് ഒരു യോഗം വിളിക്കുന്നു, ആ യോഗത്തിന്റെ അധ്യക്ഷ VC ആണ്. ആ VC ആ യോഗത്തിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ യോഗം ചേരുമ്പോൾ ആ യോഗത്തിലെ അജണ്ട മാത്രമാണ് ചർച്ച ചെയ്യേണ്ടത്. പക്ഷേ ആ അജണ്ടയ്ക്ക് അപ്പുറത്തൊരു വിഷയത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണമെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യം ഉന്നയിക്കുന്നു. ആ ഇടത് അംഗങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യം അംഗീകരിക്കില്ല എന്ന് തുടക്കം മുതൽ താൻ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അത് വലിയ രീതിയിലുള്ള തർക്കങ്ങളിലേക്കും വാഗ്വാദങ്ങളിലേക്കും ഒക്കെ കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്. നാളെ ഈ കേസ് നിർണായകമായ കേസ് നാളെ കോടതി പരിഗണിക്കാൻ പോവുകയാണ്. ആ കോടതി പരിഗണിക്കുമ്പോൾ സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന്, സിൻഡിക്കേറ്റിന്റെ ഭാഗത്ത് നിന്നും ഒരു വിശദീകരണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സത്യവാങ്മൂലം കോടതിയിലേക്ക് എത്തണം. അതുമായി ബന്ധപ്പെട്ടാണ് ഒരു അജണ്ട വെച്ചത്. ആകെ ഒരു അജണ്ട മാത്രം വെച്ചുകൊണ്ടാണ് അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ഇന്ന് അവധി ദിവസമായിരുന്നിട്ട് പോലും കേരള സർവകലാശാലയിൽ ചേർന്നത്. ആ യോഗത്തിലാണ് അജണ്ടയ്ക്ക് അപ്പുറത്തൊരു വിഷയം ചർച്ച ചെയ്യണമെന്നും എന്തുകൊണ്ട് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തുവെന്നും അതിൻ്റെ ആവശ്യകത എന്താണെന്നും ഏത് സാഹചര്യത്തിലാണ് ആ സസ്പെൻഷൻ നടന്നത് എന്നൊരു ഒരു ചർച്ച വേണമെന്നതായിരുന്നു ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആവശ്യം. എന്നാലും ആ ആവശ്യം അംഗീകരിക്കാത്ത രീതിയിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ അവിടെ നടന്നു. ഇതിനിടയിലാണ് അജണ്ട ചർച്ച ചെയ്യാത്ത സാഹചര്യത്തിൽ യോഗം പിരിച്ചുവിടുന്നു എന്നൊരു തീരുമാനം VC ഡോക്ടർ സിസ സിൻഡിക്കേറ്റിലെ ഗവർണറുടെ നോമിനി ശ്രീ PS ഗോപകുമാർ ചേരുന്നു. ശ്രീ PS ഗോപകുമാർ, ഇവിടെ നാടകീയമായ രംഗങ്ങളാണല്ലോ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിലുണ്ടായത്. യോഗത്തിൽ പ്രത്യേക അജണ്ടയുമായി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ എത്തുന്നു. പക്ഷേ കോടതിയുടെ പരിഗണനയിലുള്ള ആ വിഷയം രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി അറിയിച്ച ശേഷം ആ യോഗം അവസാനിപ്പിച്ച് VC മടങ്ങുന്നു. അപ്പോഴാണ് ഇടത് യൂണിയൻ അംഗങ്ങൾ ഒന്നിച്ചിരുന്ന് ഈ സസ്പെൻഷൻ റദ്ദാക്കി എന്നുള്ള വാർത്ത മാധ്യമങ്ങൾക്ക് നൽകുന്നു. പിന്നീട് VC വന്നത് കൃത്യമായി പറയുന്നു, താൻ ആ യോഗം അവസാനിപ്പിച്ച ശേഷം അങ്ങനെ ഒരു തീരുമാനത്തിന് ഔദ്യോഗിക അംഗീകാരമില്ല. പ്രത്യേകിച്ചും വൈസ് ചാൻസലർ ആ യോഗം അവസാനിപ്പിച്ചു പോകുന്നു. ഗോപകുമാർ അടക്കമുള്ള ഗവർണറുടെ നോമിനികളായിട്ടുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങളും യോഗം അവസാനിപ്പിച്ചു പോകുന്നു. അപ്പോഴാണ് ഇടത് അംഗങ്ങളുടെ ഈ തീരുമാനം. അവരുടെ ഈ അജണ്ട എങ്ങനെ കാണുന്നു ശ്രീ ഗോപകുമാർ? അതെ, കേരള സർവകലാശാലയിലെ കഴിഞ്ഞ സെനറ്റ് ഹൗസ് ക്യാമ്പസിൽ 25-ാം തീയതി ഉണ്ടായ സംഭവ വികാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ. ആ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാർ കേരള ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ആ ഫയൽ ചെയ്ത കേസ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നാളെ പരിഗണിക്കാനിരിക്കെ അതിൽ സിൻഡിക്കേറ്റ് ഒരു കക്ഷിയാണ്, രജിസ്ട്രാറിന്റെ കേസിലെ കക്ഷിയാണ്. ആ നിലയിൽ സിൻഡിക്കേറ്റിന്റെ തീരുമാനം അല്ലെങ്കിൽ ഫാക്ട്സ് റിപ്പോർട്ട്, വസ്തുതാ വിവരം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. ഈ അജണ്ട പ്രത്യേകം സ്പെസിഫൈ ചെയ്താണ് ഇന്നലെ കേരള സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെല്ലാം അറിയിപ്പ് കൊടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് 11 മണിക്ക് യോഗം ചേർന്നു. എന്നാൽ അജണ്ടയ്ക്ക് പുറമെ
രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ടുള്ള ഒരു അറിയിപ്പാണ് കേരള ഹൈക്കോടതിയിൽ നൽകേണ്ടത് എന്നുള്ള ഒരു വാശിയിലായിരുന്നു ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. എന്നാൽ അജണ്ടയ്ക്ക് പുറമേയുള്ള ഒരു വിഷയം ചർച്ച ചെയ്യാൻ നിർവാഹമില്ല എന്നുള്ള നിയമപരമായ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ട് പ്രകാരമുള്ള ഒരു നിലപാട് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ചെയർ സ്വീകരിച്ചു. അതാണ് ശരിയായ നിലപാടെന്ന് ഞങ്ങളും നിലപാടെടുത്തു. അത് സംബന്ധിച്ച് ബഹളമുണ്ടായി. ദീർഘമായ ചർച്ചകൾക്കും വാദപ്രതിവാദങ്ങൾക്കും ശേഷം അജണ്ടയിൽ ഒതുങ്ങി നിന്ന് ചർച്ച ചെയ്യാൻ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തയ്യാറല്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ യോഗം പിരിച്ചുവിട്ട് ചെയർ പുറത്തു പോയി. ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ചേംബറിലേക്ക് പോയി. ഞങ്ങൾ പുറത്തേക്ക് വന്നു. അങ്ങനെ തന്നെയാണ്. കേരള സർവകലാശാലയിലാണ് രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി റദ്ദാക്കാനുള്ള നാടകീയമായ നീക്കങ്ങൾ നടന്നത്. പക്ഷേ ആ അജണ്ട കൃത്യമായി മനസ്സിലാക്കി ആ യോഗം അവസാനിപ്പിക്കുകയായിരുന്നു. ഡോക്ടർ സിസ തോമസ് അക്കാര്യം മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. ശാലിനി കൂടി ചേർന്നു. ശാലിനി, വൈസ് ചാൻസലർ കൃത്യമായി കാര്യം പറഞ്ഞു. യോഗം അവസാനിപ്പിച്ച് പോയ ശേഷമാണ് ഇത്തരമൊരു തീരുമാനം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മാത്രം ഇരുന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അത് ഔദ്യോഗിക തീരുമാനവുമല്ല. ഗവർണർ നോമിനേറ്റ് ചെയ്ത സിൻഡിക്കേറ്റ് അംഗങ്ങൾ വേറെ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു. രജിസ്ട്രാറായി നിയമിക്കപ്പെടുന്ന ആൾ ഒന്നുകിൽ കേന്ദ്ര സർവകലാശാലയിലോ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളാവണം. പക്ഷേ ഇതൊരു എയ്ഡഡ് കോളേജിൽ നിന്നുള്ള ഒരു അധ്യാപകനെയാണ് രജിസ്ട്രാറായി നിയമിച്ചിട്ടുള്ളത്. അത്തരം നിരവധി നിയമലംഘനങ്ങൾ, ഒരു തവണ കൂടി രജിസ്ട്രാറുടെ കാലാവധി നീട്ടി നൽകൽ, അങ്ങനെ നിരവധി പ്രോട്ടോക്കോളുകൾ അല്ലെങ്കിൽ നിലവിലുള്ള സംവിധാനങ്ങൾ തകിടം മറിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് സർവകലാശാലയിൽ നടന്നു വരുന്നത്. അത്തരം കാര്യങ്ങളും ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ടല്ലോ ശാലിനി. വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. അതായത് കേന്ദ്ര സർവീസിലോ ഒരു ഡെപ്യൂട്ടേഷനിലോ ഉള്ള ഉദ്യോഗസ്ഥനായിരിക്കണം സർവകലാശാല രജിസ്ട്രാർ എന്നുള്ളതാണ് ചട്ടം. പക്ഷേ ആ ചട്ടങ്ങളൊക്കെ കാറ്റി പറത്തിക്കൊണ്ടാണ് ദേവസ്വം ബോർഡ് കോളേജിലെ പ്രിൻസിപ്പളായിരിക്കുന്ന സമയത്ത് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിലെ രജിസ്ട്രാർ കൂടിയായിട്ടുള്ള KS അനിൽകുമാറിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയും 2021 അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിയുകയും പിന്നീട് അത് പുതുക്കി നൽകുകയും ഒക്കെ തന്നെ ചെയ്തു ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ എന്നുള്ളത്. അത് വലിയ രീതിയിൽ വിവാദമായതുമാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം രജിസ്ട്രാറുടെ ഭാഗത്തു നിന്നുണ്ടാകുകയും ആ നടപടികൾ കോടതി കയറുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. ഈ ഘട്ടത്തിലാണ് ഒരു അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്നും ആ യോഗത്തിലൊരു നിർണായക തീരുമാനമെടുക്കുന്നത്, സത്യവാങ്മൂലം അടക്കമുള്ള കാര്യങ്ങൾ നാളെ കോടതിയിൽ സമർപ്പിക്കണമെന്നുള്ള രീതി വരികയും ചെയ്തത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് നാളെ ഈ വിഷയം രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി റദ്ദ് ചെയ്യണമോ വേണ്ടോ എന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ നിർണായകമായ കേസ് നാളെ കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് കേരള സർവകലാശാല ആസ്ഥാനത്ത് ചേർന്നത്. അതിൻ്റെ അധ്യക്ഷ VC കൂടിയായിട്ടുള്ള ഡോക്ടർ സിസ തോമസ് ആണ്, താൽക്കാലിക VC ആണ്. ആ യോഗം ആരംഭിക്കുമ്പോൾ ഒരു അജണ്ട മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ അജണ്ട എന്നുള്ളത് നാളെ എന്ത് സത്യവാങ്മൂലത്തിൽ അറിയിക്കാം കോടതി എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ യോഗം ആരംഭിക്കുമ്പോൾ മുതൽ അജണ്ടയ്ക്ക് അപ്പുറത്ത് നിന്നൊരു വിഷയം ചർച്ച ചെയ്യണമെന്നുള്ളതാണ്. സ്വാഭാവികമായും ഈ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചതിന് ശേഷം ചേരുന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ എന്താണ് താൻ സ്വീകരിച്ചത്, ഏത് സാഹചര്യത്തിലാണ് സസ്പെൻഷൻ നടപടി സ്വീകരിച്ചത് എന്നുള്ളത് സർവകലാശാല നിയമപ്രകാരം സിൻഡിക്കേറ്റ് യോഗത്തിൽ അറിയിക്കേണ്ടത് VCയുടെ ചുമതലയാണ്. ആ ചുമതല നിർവഹിച്ചത് തൊട്ടു പിന്നാലെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഏത് സാഹചര്യത്തിലാണ് ഈ സസ്പെൻഷൻ ഉണ്ടായതെന്നത് ചർച്ച ചെയ്യണമെന്നൊരു ആവശ്യമായി രംഗത്ത് വരുന്നത്. അത് വലിയ രീതിയിലുള്ള തർക്കങ്ങളിലേക്കും പ്രതിഷേധത്തിലേക്കും മുദ്രാവാക്യം വിളിയിലേക്കും ഒക്കെ കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഈ ഒരു അജണ്ട മുന്നോട്ട് വെച്ചുകൊണ്ട് പോകാൻ കഴിയില്ല എന്നൊരു കാര്യം VC മുന്നോട്ട് വെക്കുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നാളത്തെ വിഷയം, അതായത് നാളെ എന്താണ് കോടതിയിൽ സമർപ്പിക്കേണ്ട സത്യവാങ്മൂലം, അത് ചർച്ച ചെയ്യാം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിലപാട് VC സ്വീകരിക്കുകയും ചെയ്തു. അത് അംഗീകരിക്കാത്ത രീതിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ VC ഈ ഒരു യോഗം പിരിച്ചുവിട്ടു എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയായിരുന്നു. അതിനുശേഷം ഹാൾ വിട്ടിറങ്ങുന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലൊരു നിർണായക തീരുമാനങ്ങൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവിടെ നടത്തിയത്. അവിടെ ഒരു പ്രത്യേക യോഗം ചേരുകയും ഒപ്പം തന്നെ പ്രൊഫസർ അടക്കമുള്ളവരെ ഒരു സീനിയർ വനിതാ സിൻഡിക്കേറ്റ് അംഗത്തെ അതിന്റെ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് മിനിറ്റ്സ് അടക്കം തയ്യാറാക്കുന്ന നടപടിയിലേക്ക് കൂടി സർവകലാശാലയിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തയ്യാറാവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ആ നടപടി അംഗീകരിക്കാൻ കഴിയില്ല, കോടതിയിലടക്കം അതിന് നിയമസാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് VC ഡോക്ടർ സിസ തോമസ് അറിയിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനം പ്രതിഷേധമൊക്കെ ഉയർന്നു. ഒപ്പം തന്നെ ഗവർണർ നോമിനേറ്റ് ചെയ്തിട്ടുള്ള 2 സിൻഡിക്കേറ്റ് അംഗങ്ങൾ അടക്കമുള്ളവരും ഈ യോഗത്തിൽ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. എന്നാലും നാളെ കോടതിയിലേക്ക് എന്തായാലും 2 സത്യവാങ്മൂലം ഇക്കാര്യത്തിൽ എത്തുമെന്നുള്ളതിൽ സംശയമില്ല. ഒന്ന് വിയോജനക്കുറിപ്പോടുകൂടി VC ഡോക്ടർ സിസ തോമസിന്റെ സത്യവാങ്മൂലം, മറ്റൊന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും സിൻഡിക്കേറ്റ് യോഗത്തിന്റെയും സത്യവാങ്മൂലം. എന്തായാലും ഇക്കാര്യത്തിൽ എന്ത് നടപടി ഇനി കോടതിയുടെ ഭാഗത്തു നിന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും രൂക്ഷമായ വിമർശനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട രജിസ്ട്രാർ നേരിട്ട സാഹചര്യത്തിൽ നാളെ മറിച്ചൊരു വിധി ഉണ്ടാകുമോ എന്നുള്ളതാണ് കോടതിയിൽ നിന്നും കണ്ടറിയേണ്ടത്. വിനോദ് എന്നുള്ളത് നാളെയാണ് അറിയേണ്ടത്. ഈ കേസ് നാളെ പരിഗണിക്കുന്നു. സ്വാഭാവികമായും ഈ ഇന്നത്തെ യോഗത്തെ സംബന്ധിച്ച ഒരു സത്യവാങ്മൂലം വൈസ് ചാൻസലർ കോടതിയിൽ നാളെ ഹാജരാക്കാൻ സാധ്യതയുണ്ടല്ലോ ശാലിനി. അപ്പോൾ സ്വാഭാവികമായും ഇന്നത്തെ യോഗത്തിലെ വിഷയങ്ങൾ, പ്രത്യേകിച്ചും ഇന്ന് ഔദ്യോഗികമായി നടന്ന
യോഗത്തിൽ ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തില്ല, ഇത്തരം തീരുമാനങ്ങൾ ഉണ്ടായതുമില്ല. അപ്പോൾ സ്വാഭാവികമായും ഇന്നത്തെ യോഗത്തിൻ്റെ ഒരു സത്യവാങ്മൂലം വൈസ് ചാൻസലർ കോടതിയിൽ നൽകുന്നുണ്ടാകുമല്ലോ ശാലിനി. തീർച്ചയായും വിനോദ, കാരണം ഇന്ന് ചേർന്ന യോഗത്തിൻ്റെ മിനിറ്റ്സ് അടക്കമുള്ള രേഖകളാണ് നാളെ കോടതിയിൽ ഹാജരാക്കേണ്ടത്. കോടതിയിലേക്ക് അതെത്തുമ്പോൾ അതിൽ വിയോജനക്കുറിപ്പോട് കൂടിയാണ് VC ഡോക്ടർ സിസ തോമസിൻ്റെ സത്യവാങ്മൂലം എത്തുന്നത്. അതിൽ കൃത്യമായി ഇന്ന് എന്താണ് സിൻഡിക്കേറ്റിൽ നടന്നത്, തൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഉണ്ടായ നടപടി, പ്രത്യേകിച്ച് ഒരു VC സ്വീകരിച്ച നടപടിയാണ്. ആ VC അവധിയിൽ പോകുന്നു, താൽക്കാലിക VC വരുന്നു, ആ VCയും അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. തെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സർവകലാശാല ചട്ടപ്രകാരം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ താൻ സ്വീകരിച്ചത് എന്നുള്ളതാണ് VC നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. ആ സ്വാഭാവികമായും ആ കേസുമായി ബന്ധപ്പെട്ട് നാളെ എന്ത് നടപടി കോടതിയിലേക്ക് സ്വീകരിക്കുമ്പോൾ ആ നടപടിക്ക് മുന്നോടിയായി സത്യവാങ്മൂലം എന്താണ് നൽകേണ്ടത് എന്നുള്ളതാണ് കോടതിയിൽ നൽകേണ്ടത്. ആ നൽകേണ്ട സത്യവാങ്മൂലം തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേരുകയും ചെയ്തത്. അവിടെയാണ് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. ഒരു സമാധാനപരമായി തുടങ്ങിയ ഒരു യോഗം പിന്നീട് അത് വലിയ രീതിയിൽ തർക്കത്തിലേക്ക് 2.5 മണിക്കൂറിന് ശേഷം ആ സിൻഡിക്കേറ്റ് യോഗം കഴിയുമ്പോൾ ഒരു 2 ഭാഗങ്ങളിൽ നിന്നുള്ള അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് ഒരു രീതിയിൽ ആ യോഗം പിരിഞ്ഞൊരു സാഹചര്യം സമാധാന അന്തരീക്ഷത്തിലേക്ക് പോകാതെ, ഏകകണ്ഠേനവും അല്ലെങ്കിൽ അത്തരത്തിൽ വിയോജനക്കുറിപ്പോടെ ഒരു തീരുമാനം ഉണ്ടാകാതെ തല്ലിപ്പിരിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും VC യോഗം പിരിച്ചുവിട്ടതിന് ശേഷമാണ് സസ്പെൻഷൻ നടപടി റദ്ദാക്കി എന്നുള്ളൊരു തീരുമാനം സിൻഡിക്കേറ്റ് അംഗങ്ങൾ, ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ എടുത്തിട്ടുള്ളത്. അത് കോൺഗ്രസ് അംഗത്തിൻ്റെ സമ്മതമില്ല, ഒപ്പം തന്നെ മറ്റ് 2 ഗവർണർ നോമിനേറ്റ് ചെയ്തിട്ടുള്ള അംഗങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ല. അങ്ങനെ ആ ഒരു തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ല. അത് ചട്ടപ്രകാരം ശരിയല്ല, നിയമപ്രകാരം ശരിയല്ല എന്നുള്ളതാണ് VC അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ താനത് നാളെ വിയോജനക്കുറിപ്പിൽ അറിയിക്കുമെന്നുള്ള സൂചനകൾ കൂടി VC ഡോക്ടർ സിസ തോമസ് നൽകുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കോടതി കയറിയ വിഷയവും വലിയ രീതിയിലുള്ള നിയമ സാധ്യതകളിലേക്കും നിയമവശങ്ങളിലേക്കും ഒക്കെ എത്തുകയാണ് എന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും 2 ദിവസം കൂടിയാണ് ഡോക്ടർ സിസ തോമസ് ഇവിടെ ഉള്ളത്. ആ ദിവസങ്ങളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് അവർക്കെതിരെ നടക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇപ്പോൾ പ്രത്യേകമായി യോഗം ചേർന്നുകൊണ്ട് അവിടെ തുടരുന്നത്. ആ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ എന്ത് നിലപാടിനി ഇക്കാര്യത്തിൽ സ്വീകരിച്ച് നാളെ കോടതിയിലേക്ക് അത് എത്തിക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും റദ്ദാക്കിയിട്ടുണ്ട് സിൻഡിക്കേറ്റ് യോഗം. അവർക്ക് ഭൂരിപക്ഷമുള്ളതാണ്. ഒരുപക്ഷെ മറ്റ് സർവകലാശാലകളെ വെച്ച് നോക്കുമ്പോൾ കേരള സർവകലാശാലയിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ എണ്ണം കൂടുതലാണ്. ആ ഒരു സ്വാധീനം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഒരു തീരുമാനം അവർ എടുക്കുകയും ആ ഒരു സസ്പെൻഷൻ നടപടി റദ്ദാക്കി എന്നുള്ള തീരുമാനത്തിൽ എത്തുകയും ആ തീരുമാനം നാളെ കോടതിയിൽ ഒരു സത്യവാങ്മൂലമായി നൽകാനുള്ള നടപടികളിലേക്ക് സിൻഡിക്കേറ്റ് കടക്കുകയും ചെയ്യുന്ന സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇപ്പോഴും ഇവിടെ സർവകലാശാലയിലെ ആ യോഗം നടന്ന ഹാളിൽ തുടരുകയാണ്. പ്രത്യേകമായ ഒരു പാർട്ടി യോഗത്തിന് സമാനമായ യോഗം ഇവിടെ നടത്തുന്നുണ്ട് എന്നുള്ളൊരു വിമർശനം കൂടി ഘട്ടത്തിൽ VC ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. വിനോദ, അതേപോലെ തന്നെ ഒരു കാര്യം, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വൈസ് ചാൻസലർ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തെങ്കിലും പിറ്റേ ദിവസം മുതൽ രജിസ്ട്രാർ സർവകലാശാലയിൽ എത്തുന്നുണ്ട്. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അദ്ദേഹത്തെ ആനയിച്ചുകൊണ്ടാണ് പോയത്. ഭരണഘടനയൊക്കെ നൽകി വലിയ ആഘോഷപൂർവ്വം കൊണ്ടുപോയി. സസ്പെൻഡ് ചെയ്ത ഒരാൾ വീണ്ടും സർവകലാശാലയിൽ തൻ്റെ ജോലി സ്ഥലത്ത് വീണ്ടും എത്തുകയാണ്. പക്ഷേ അതേ സർവകലാശാലയിൽ താൽക്കാലിക VC ആയി എത്തിയ ഡോക്ടർ സിസ തോമസിനെ പ്രവർത്തിക്കാൻ പോലും അനുവദിക്കുന്നില്ല. അവർക്ക് അവിടെ ഫയലുകൾ കൃത്യമായി അത് പരിശോധിക്കാൻ പോലും അവർ എതിർപ്പ് ഉയർത്തുന്നു. എല്ലാ തീരുമാനങ്ങളും രജിസ്ട്രാർ വഴി വേണം എന്ന് അവർ വാശി പിടിക്കുന്നു. അപ്പോൾ ഒരു വശത്ത് സസ്പെൻഷനിൽ ആയ രജിസ്ട്രാറെ അതേ കേരള സർവകലാശാലയിൽ ആനയിച്ചു കൊണ്ടുവന്ന് അവിടെ ഇരുത്തുന്നു. അവിടെ VCയുടെ ചുമതലയുള്ള ഡോക്ടർ സിസ തോമസിനെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നുമില്ല. ഇടതുപക്ഷത്തിൻ്റെ സമീപനം അങ്ങനെ തന്നെയല്ലേ ശാലിനി? തീർച്ചയായും ഇതൊരു ഏകാധിപത്യ ഭരണം പോലെ, അല്ലെങ്കിൽ ഒരു ഏകാധിപതികളെ പോലെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭൂരിപക്ഷം അവർക്കായതുകൊണ്ട് തന്നെ ഒരു പ്രമേയം കൊണ്ടുവന്നാലോ അല്ലെങ്കിൽ ഒരു തീരുമാനം കൊണ്ടുവന്നാലോ ഭൂരിപക്ഷം സ്വാധീനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു തീരുമാനമാക്കി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയും. സ്വാഭാവികമായും അതുതന്നെയാണ് ഇന്നത്തെ ഈ സിൻഡിക്കേറ്റ് യോഗത്തിലും നടന്നിട്ടുള്ളത്. എന്തായാലും ആ മിനിറ്റ്സ് അടക്കമുള്ള കാര്യങ്ങൾ ഇടത് സിൻഡിക്കേറ്റ് അംഗത്തിൻ്റെ നേതൃത്വത്തിൽ അധ്യക്ഷതയിൽ അത് പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാലും VC ഡോക്ടർ സിസ തോമസ് സ്വീകരിച്ച നടപടികൾ ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായിരിക്കും. എന്നാലും നാളെ ഈ വിയോജനക്കുറിപ്പോടുകൂടി VC എന്തായാലും കോടതി ആ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും, സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്യും. സമാന്തരമായി തന്നെ ഈ നടപടികൾ റദ്ദ് ചെയ്തു. സിൻഡിക്കേറ്റിന്റെ അറിവോ സമ്മതത്തോടെ അല്ല ഇത്തരത്തിലൊരു സസ്പെൻഷൻ നടപടി ഉണ്ടായത്. നിയമന അതോറിറ്റി സിൻഡിക്കേറ്റ് ആയതുകൊണ്ട് തന്നെ അതിന്റെ സസ്പെൻഷൻ റദ്ദ് ചെയ്തതടക്കമുള്ള കാര്യങ്ങൾ സിൻഡിക്കേറ്റിൽ നിക്ഷിപ്തമാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സത്യവാങ്മൂലമായിരിക്കും ഇനി കോടതിയിലേക്ക് നാളെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് പോവുക. എന്തായാലും അതിൽ
വലിയ രീതിയിലുള്ള തർക്കങ്ങൾ വാഗ്വാദങ്ങളൊക്കെ ഇനി വരും മണിക്കൂറുകൾ ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. ഒപ്പം തന്നെ കോടതിയിൽ നിന്നതിൽ രൂക്ഷമായ വിമർശനം കേൾക്കേണ്ടി വരുമെന്നുള്ളതിലും സംശയമില്ല. എന്നാലും നാളെ ആണ് ഹൈക്കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കാൻ പോകുന്നത്. വലിയ രീതിയിൽ വിമർശനങ്ങൾ KS അനിൽകുമാർ രജിസ്ട്രാർ നേരിട്ട സാഹചര്യത്തിൽ നാളെ ഇനി ഏത് തരത്തിലുള്ള നടപടികൾ ഈ രണ്ട് സത്യവാങ്മൂലിൽ നിയമവശങ്ങളിൽ കോടതിയിൽ കേൾക്കേണ്ടി വരുമെന്നുള്ളതും കണ്ടറിയേണ്ടിയിരിക്കുന്നു. വിനോദ, തീർച്ചയായും കേരള സർവകലാശാല ഈ നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിയത്. ഇന്ന് നടന്ന പ്രത്യേക സിൻഡിക്കേറ്റ് യോഗത്തിൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി റദ്ദാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇടതുപക്ഷ യൂണിയൻ അംഗങ്ങളുടെ ആവശ്യം വൈസ് ചാൻസലർ അംഗീകരിച്ചില്ല. യോഗം അവസാനിപ്പിച്ച വൈസ് ചാൻസലർ പോയ ശേഷം ഇടത് യൂണിയൻ അംഗങ്ങൾ കൂടിയിരുന്ന രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കി എന്നുള്ള തീരുമാനമാണ് പുറത്തുവിട്ടത്. പക്ഷേ ഈ തീരുമാനത്തിന് ഔദ്യോഗികമായ അംഗീകാരമില്ല എന്ന് വൈസ് ചാൻസലറും അറിയിച്ചിരിക്കുന്നു. വലിയ തർക്കങ്ങളാണ് ഈ വിഷയത്തിൽ സർവകലാശാലയിൽ രൂപപ്പെട്ടിട്ടുള്ളത്. ഈ വിഷയം നാളെ കോടതി പരിഗണിക്കുകയും ചെയ്യുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി.